ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഒരു ഉത്സാഹം ഇല്ലായ്മയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ പഴയ ആൾക്കാരുടെ രീതിയിൽ അവർ പറയും ചാത്തനേറ്, അല്ലെങ്കിൽ കണ്ണേറ്, ഇല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഭാഷയിൽ പറയുന്നത് ദൈവമാട്ടൽ എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഈ പ്രപഞ്ചത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. അത് പല ആൾക്കാരും വിശ്വസിക്കുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2000-ന് മുൻപാണ് ജനങ്ങൾ ഇങ്ങനെയെല്ലാം വിശ്വസിച്ച് പോന്നിരുന്നത്. 2000-ന് ശേഷവും ഈ ടെക് യുഗത്തിൽ ഇങ്ങനെയും ജനങ്ങൾ വിശ്വസിച്ച് പോകുന്നുണ്ടോ? എന്നാൽ 99% ആൾക്കാരും ഇത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കാണ് ജീവിതത്തിൽ മുൻപിലേക്ക് വരാൻ ഇന്നും കഴിയാത്തത്. ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവരെ മുതലെടുത്ത് പല ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവരെല്ലാം ജീവിക്കട്ടെ. എന്നാൽ ഞാൻ പറയുന്നു 100-ൽ 100% ഈ ദൈവമാട്ടൽ, ചാത്തനേറ്, ചാത്തൻ സേവ, കണ്ണേറ്, ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഞാൻ 100% അടിവരയിട്ട് പറയുന്നത്. പണ്ടൊരു കവി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന്. അതായത് മുല്ലപ്പൂവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കല്ലിന് ആ മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാവും. ചാണകവുമായി അടുത്ത് ഇടപഴകിയാൽ ചാണകത്തിൻ്റെ മണം വരുന്നത് പോലെയാണ് ഈ നെഗറ്റീവ് എനർജി വരുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ നിങ്ങളുടെ സാമീപ്യം ഇല്ലാത്തപ്പോൾ നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഇടപഴകുന്ന വ്യക്തി നിങ്ങളോട് ഏതു നേരവും അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും പരാതികളും കുനിഷ്ടുകളും നിരന്തരം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കുകയും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യമല്ല, നിരന്തരം കാണുമ്പോൾ ഈ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളും നെഗറ്റീവ് എനർജിക്ക് അടിമപ്പെടുന്നതാണ്. നിങ്ങളെപ്പോലെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ പരിഭവങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള ഏഷണി പറച്ചിലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നതും ഇതെല്ലാം നിങ്ങളുടെ ചുമലിൽ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞിട്ടോ അവരെ കൊണ്ട് അത് മുന്നിലേക്ക് നടത്താൻ, ഇത്തരം വ്യക്തികൾക്ക് ഒരു കാര്യം ചെയ്യാൻ അവരുടെ സുഹൃത്തുക്കളുടെയും കുടുംബക്കാരുടെയും സമ്മതപത്രം വാങ്ങണം. എന്നാലേ അവർക്ക് അതിന് മുന്നിട്ടിറങ്ങാൻ കഴിയുകയുള്ളൂ. അത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ ഒരു സഹായമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു കാര്യം ചെയ്തിട്ടാണ് അവരോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് അവിടെ വേറൊരു പേര് കണ്ടെത്തും, തന്നിഷ്ടക്കാരൻ എന്ന്. പിന്നെ ഒന്നുകൂടി പറയും, ചെയ്യാനും പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ, ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാണല്ലോ ചോദിക്കുന്നത് കൂടി അവർ പറയും. നമ്മൾ അവരോട് എന്തോ ഒരു വലിയ അപരാധം ചെയ്ത പോലെയോ, ജീവിതത്തിൽ
പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ ആയിരിക്കും പിന്നീട് അവർ നമ്മളോടുള്ള പെരുമാറ്റം. പിന്നെ നമ്മളില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ചുള്ള കുറ്റങ്ങളും നമ്മളുടെ കുറവുകളും പറഞ്ഞു നടക്കലായിരിക്കും ഇത്തരക്കാരുടെ മെയിൻ പ്രധാന പണി. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് സൊസൈറ്റി ആയിട്ടുള്ള ഇടപെടലുകൾ കുറവുള്ളത് കൊണ്ടാണ് ഈ സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊട്ടക്കിണറ്റിലെ തവളകളാണ് അവർ. പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് പൊട്ടക്കിണർ മാത്രമേ അറിയുകയുള്ളൂ. കരയിൽ വന്നിട്ട് ഇരുന്നിട്ടുള്ള സ്വഭാവം അതിനറിയില്ല. അപ്പോൾ ആ സ്വഭാവം തന്നെ തവള കാണിക്കുകയുള്ളൂ. അങ്ങനെ കാണാൻ കഴിയുള്ളൂ. പിന്നെ ഇത്തരക്കാർക്ക് വേറൊരു സ്വഭാവ ഗുണം കൂടിയുണ്ട്. അവര് ആദ്യമായിട്ടൊന്ന് ട്രെയിനിൽ കയറിയാൽ ആ ട്രെയിനിനെ കുറിച്ച് വർണ്ണനകളായിരിക്കും. പിന്നെ ട്രെയിനിൽ ഇത്ര ആൾക്കാർക്ക് ഇരിക്കാം, ഞാൻ ട്രെയിനിൽ പോയി, ട്രെയിന് ഇരുമ്പ് ദണ്ടിൽ കൂടെയാണ് ഓടുന്നത്, ഒരു കാറ്റ് വീശിയിട്ടടക്കം ആ പാളം തെറ്റിയില്ല എന്നുള്ള സംഭവങ്ങളെല്ലാം അവർ അതിനെ എന്തോ വലിയൊരു സംഭവം ആക്കി മാറ്റാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ട്രെയിന് വിട്ടിട്ട് വേറെ ഒന്ന് എയറോപ്ലെയിനിൽ കയറിയ അപ്പം പിന്നെ അതിനെക്കുറിച്ചിട്ടായി ഇരിക്കുള്ള സംഭവം. എന്നാൽ AC ബസ്സിൽ കയറിയാൽ അതിനെക്കുറിച്ചിട്ടായിരിക്കും വർണ്ണനകൾ. ഇങ്ങനെ നീണ്ടു പോകും. അവർക്ക് ഒന്നിനെ കുറിച്ചിട്ടും അവരാദ്യം ഓരോ സ്റ്റെപ്പ് വെക്കുന്തോറും അതിനെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളായിരിക്കും. എനർജിയുടെ നമ്പർ 1 പോയിന്റാണ്. കാരണം ഇത്തരക്കാർ മാത്രമേ ഈ ട്രെയിനിലും ബസ്സിലായാലും പ്ലെയിനിലായാലും കയറിയിട്ടുള്ളൂ. മറ്റുള്ളവർ കയറരുത് എന്നുള്ള ചിന്തയിലിരിക്കുന്ന നെഗറ്റീവ് എനർജിയുടെ ആൾക്കാരാണ് ഇവർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ചാത്തന് വേറെ പണിയൊന്നുമില്ലേ? ആൾക്കാരെ വെറുതെ കല്ലെടുത്ത് എറിഞ്ഞ് നടക്കലാണോ പണി? അതിന് ഇയാളെ ആരെങ്കിലും ശമ്പളത്തിന് വെച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ആളെ നീ പോയി നശിപ്പിച്ചിട്ട് വാ, ഇല്ലെങ്കിൽ അവനെ 2 ഏറ് കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിടാൻ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ജനങ്ങളുടെ ഒരു അന്ധവിശ്വാസവും. വിശ്വാസം വേണം, അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഈ മാനവരാശിയിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് മനുഷ്യനെയാണ്. മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ ശത്രു. അല്ല, ഇനി ചാത്തനാണ് ശത്രു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനൊരു സഹായം ചെയ്തു കൊടുത്താൽ ഏറ്റവും നന്നായി. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് തീവ്രവാദികളെയെല്ലാം ഉന്മൂലനം ചെയ്യുമല്ലോ. ഈ ചാത്തൻ സേവിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പട്ടാളക്കാരുടെ ജീവൻ ഇനി പൊലിയാതെ കാത്തുരക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടർമാരുടെ കയ്യബദ്ധങ്ങൾ മൂലം എത്ര ആൾ മരണപ്പെട്ടിട്ടുണ്ടാവും? അവരെയെല്ലാം ഈ പ്രേതങ്ങൾ പോയി രാത്രി ഞെക്കി കൊല്ലേണ്ടതല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ എത്ര ഉപദ്രവം ചെയ്തിട്ടുണ്ടാവും ഓരോ ആൾക്കാരും. മരിച്ചു കഴിഞ്ഞാൽ അവരും അവരോട് പ്രതികാരം ചോദിക്കേണ്ടതല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞ ശവശരീരത്തിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. ആ ശവശരീരത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. രാത്രിയായാൽ പ്രേതം വരും, രാത്രിയായാൽ ഞാൻ കാലൊച്ച കേട്ടു, രാത്രി ചുവപ്പ് തുണി ഉടുത്തിട്ടാണ് നടത്താം, 1 മണിക്ക് നടക്കരുത്, ഇങ്ങനെ പറഞ്ഞു വരുത്തുന്ന ആൾക്കാരെയാണ് ആദ്യം നമ്മൾ പേടിക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത്, ഈ ചാത്തനേറ്, കണ്ണേറ്, ദൈവമാട്ടൽ, ഈ സംഭവങ്ങളൊന്നുമില്ല ഈ പ്രകൃതിയിൽ. നിങ്ങൾ ഒരാളുടെ ഇല്ലായ്മ വല്ലായ്മകൾ
ദിവസം കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ എത്ര ഊർജ്ജസ്വലതയുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ അയാൾക്ക് കീഴ്പ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആവശ്യം ഉള്ളത് മാത്രം കേൾക്കുക, ആവശ്യമില്ലാത്തത് കേൾക്കരുത്. ആവശ്യമില്ലാത്ത ഭാരം തോളിലേറ്റി നടക്കരുത്. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഭാരങ്ങൾ മാത്രം ഏറ്റി നടക്കുക.